അതായത് ഇവിടെ ആളുകൾ കൂടിയുള്ള പ്രശ്നം എന്താ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ, ഈ സാംസ്കാരിക ശൂന്യത. അതുകൊണ്ടാണ് അതെ ഈ തെക്കുബീറും ബഹളവും കയ്യുമുട്ടലും ഇതൊക്കെയുണ്ട് ഏത് കാലത്തും. അതുകൊണ്ടാണ് മനസ്സിലായല്ലോ സാംസ്കാരികത ഇല്ലായ്മ. ചർച്ചന്റെ ഇടയില് ഒരു നനഞ്ഞ പൂച്ചന്മാര് മൂപ്പര് ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിന്റെ ഇടക്ക് മൂപ്പര് ഇങ്ങോട്ട് എണീറ്റപ്പോ നമ്മളെ പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലല്ലോ ബാലുശ്ശേരി മൗലവി എണീറ്റുണ്ടല്ലോ, എന്തൊന്നും പറയാണ്ടാവും, കാരണം ബാലേട്ടന് മുസ്ലിമാണ്, എന്തെങ്കിലും ഒന്നൊരു പൊട്ടത്തരം പറയാണ്ടാവും. അപ്പൊ എണീറ്റപ്പോ എല്ലാവരും മിണ്ടാന്ന്, കാരണം അവിടെ ഒരു ക്ലിപ്പ് കിട്ടുന്ന ഉറപ്പാണല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിക്കി ബാലുശ്ശേരി എണീക്കുന്നുണ്ട്, മൂപ്പർക്ക് എന്തോ പറയാണ്ട്. എല്ലാവരും മൂപ്പർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത് മൂപ്പര് ഇവിടുത്തേക്ക് തന്നെ പറഞ്ഞ എന്താണെന്നറിയോ, സംസ്കാരമില്ലായ്മ തൊട്ട് തീണ്ടായ്മ എന്ന് പറഞ്ഞിട്ട് രണ്ടുണ്ടായ്മ പറഞ്ഞിട്ട് സാധസാക മലീമസമാക്കി. അങ്ങനെ അത് പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ കൈയടിക്കും, നിങ്ങൾ തക്ബീർ ചൊല്ലും. പിന്നെ അങ്ങനല്ലേ, പരാജയപ്പെട്ടാൽ ആവേശം കൊണ്ട് സുന്നികൾ തക്ബീർ ചൊല്ലും. അത് ഇസ്ലാമിക ചരിത്രത്തിലുള്ളതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോ മദീനയെ മൊത്തം, മക്കയെ മൊത്തം കിടിലം കൊള്ളും വിധത്തിൽ തക്ബീർ ചൊല്ലിയിട്ട് പ്രകടനം വിളിച്ച പരിചയമുണ്ട് ഈ പരിശുദ്ധമായ ആദർശത്തിന്റെ. സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാ. നിങ്ങളതിന് ഇങ്ങനെ അസൂയ കാട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളെ പൊള്ളു പറയണേനൊന്നും തക്ബീറല്ല ആരും കിട്ടൂല കേട്ടോ, ശൈത്താനെ കിട്ടുന്നല്ലാതെ വേറെ ആരും കിട്ടൂല. ഞങ്ങളിപ്പോ സംസ്കാരം ഇല്ലാത്തോലല്ലേ. അതിപ്പോ എന്നാ കാരണം അവർക്ക് തിരിഞ്ഞത് ഒന്ന് കണ്ടാളി. പൊട്ടന്മാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പോയത്തക്കാരെ, കാട്ടാളന്മാരെ, പരമവിഡ്ഢികളെ, മൈക്കകളെ, കുതന്ത്രക്കാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നുണ പറയാണ്. ഉളുപ്പുണ്ടോ? മടവൂരിയോ വൃത്തികെട്ടവന്മാര്. ആസനത്തിൽ ഊതല് മടവൂര് നിൽക്കുക, സീപ്പി ഊതുക, സീപ്പി നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക. ആസനത്തിൽ ഊതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവും സീപ്പി. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കഫൻ ചെയ്ത് കണ്ട് കൊണ്ടേ മറവീതനുള്ളൂ. എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. പൊട്ടന്മാരെ. ആരായി? മനുഷ്യത്തമ്മാടി. ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. വലിയ അറിവാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ മുഹദ്ദിസായി ചമഞ്ഞ് നടക്കുക. ഇയാളൊരു ഖുറാബിയാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇതാണ് വസ്തുത. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, പിന്നെ മൂപ്പര് ഫുള്ളല്ല, ഇതാണ് വസ്തുത. ഇപ്പൊ നമ്മളെ മറ്റേ ആളാണ് മദനിയ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇതാപ്പോ വലിയ സംസ്കാരം. നിങ്ങൾക്ക് നല്ല സംസ്കാരം കിട്ടോ. സംവാദത്തില് ആവേശം കൊണ്ട് സുന്നികൾ തെക്കുബീർ വിളിച്ചാൽ സംസ്കാരമില്ലായ്മ അല്ലേ, തൊട്ട് തീണ്ടായ്മ. എന്നാലോ ഊതണേനൊന്നും ഒരു സംസ്കാരക്കുറവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മടവൂരികൾ ചെയ്തത് ഏതായാലും തെറ്റന്നെയാണ്. കാരണം സീപ്പി നിൽക്കുക, കരിമ്പിലാക്കൽ ഊതുക, കരിമ്പിലാക്കൽ നിൽക്കുമ്പോ സീപ്പി ഊതുക, ഇങ്ങനെയാണ് കയ്യോണ്ടന്നെ കാട്ടിയത് കണ്ടല്ലേ നിങ്ങള്, സീപ്പി ഊതുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവര് ചെയ്തത് ഏതായാലും തെറ്റ്. എന്നാലോ ഈ ബാക്കിൽ നടക്കുന്ന സംഗതി കാണുന്നുണ്ടെങ്കിൽ ബാക്കിൽ കണ്ടേ. അപ്പൊ സക്കരിയ ബാക്കിൽ നോക്കിക്കല്ലേ, അതും തെറ്റന്നല്ലേ. ഇത്ര കറക്റ്റിന് ഒരു മൗലവിയും പറഞ്ഞില്ല, ഇത്ര ഉഷാറായിട്ട് നമ്മളെ മൗലവി അത് പറഞ്ഞു. അപ്പൊ എന്തായി സംഗതി? ഓല് ഊദ്യതയിലായാലും തെറ്റ്, ഊത്ത് കണ്ടതും തെറ്റ് കേട്ടോ. രണ്ടും അടിപൊളി സംസ്കാരം ഇല്ലായ്മ അല്ലുണ്ടായ്മ, തൊട്ട് തീണ്ടായ്മ. അപ്പൊ ഇജാതി പേടിഫിക്കേഷൻ ഒന്നും എടുക്കണ്ടെന്നപ്പൊ പറയാനുള്ളത്. ഈ വെർട്ടിഫിക്കേഷൻ ഒന്നും വില പോകൂല മുജാഹിദേ. കാര്യം പറയാനുണ്ടെങ്കിൽ ചങ്കൂറ്റം അവിടെയാ കാണിക്കേണ്ടത്, തോന്നിവാസത്തിലല്ല. ഇപ്പോ സംവാദത്തിന് ആളും വേണ്ടല്ലേ, നിങ്ങൾ നന്നായി വരുന്നുണ്ട്. ഇപ്പൊ എന്താ പറയുന്നറിയോ? ആലുവ സംവാദത്തിന് ഹനീഫ കായക്കൊടി വാദിച്ചിരുന്നത് അരമണിക്കൂർ വീതം. ചോദ്യത്തിന് അരമണിക്കൂർ, മറുപടിക്ക് അരമണിക്കൂർ. പൊട്ടത്തരല്ലാതെ എന്താ പറയാ? ചോദ്യത്തിന് അരമണിക്കൂറേ. അപ്പൊ മുജാഹിദിന്റെ ഒരു ചോദ്യമാകാൻ എന്താ ഇത്ര സമയം പിടിക്കണമെങ്കിൽ വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. മുജാഹിദിന് ഒരു വിഷയം ചോദ്യമാക്കിയിട്ട് കൊണ്ടുവരണമെങ്കിൽ മണിക്കൂറുകൾ വേണേ. വല്ലാത്തൊരു ഗതികേട്.
അങ്ങനെ സദസ് പറഞ്ഞു, എന്തായി പറയുന്നത്? കവല പ്രസംഗാണോ? സംവാദല്ലേ? ചോദ്യത്തിന് നിശ്ചിത സമയം, മറുപടിക്ക് നിശ്ചിത സമയം. അതൊക്കെ നമ്മൾ പലതിലും പല ചർച്ചകളും കണ്ട് മനസ്സിലാക്കിയവരില്ലേ? പല സംവാദങ്ങളും നടത്തിയതല്ലേ? എന്ത് ഇപ്പം വെച്ച് ഒരു അരമണിക്കൂർ? അപ്പൊ മൗലവിക്ക് ഒരു 10 മിനിറ്റ് മക്കൊണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് തുടങ്ങണേ. എന്നിട്ട് മൂപ്പര് പറയാം, എന്നാ വേണ്ട 15 മിനിറ്റ് വീതാക്ക. ഞങ്ങൾ ചോദിച്ചത് പ്രസംഗ മത്സരാണോ? 15 മിനിറ്റ്. അങ്ങനെ വാദിച്ച് 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 അവസാനം മൂപ്പര് എന്നാ 10 മിനിറ്റ് ആക്കാന്ന് എഴുതുകയാണ്. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങളോട് ചർച്ച ഒന്നും ചെയ്യാതെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഈ വ്യവസ്ഥക്ക് എഴുതിയാണ് പോസ്റ്റ് അയച്ചെന്നാ പോരെ, ഞങ്ങൾ ഇവിടെ വരേണ്ട അവസരം. മൂപ്പര് എഴുതുക. എന്നാ പിന്നെ 10 മിനിറ്റ് വേറെ ഒന്നും ചിന്തിക്കണ്ട, എഴുതുക. നിങ്ങൾ നോക്കണം. നിങ്ങൾ നോക്കി ഏത് വ്യവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്ക്. അവിടെ ഒക്കെ പെട്ടെന്ന് എഴുതാൻ വേണ്ടി തയ്യാറാവുന്ന ആരാ? ഹനീഫ കായക്കൂടിയായിരിക്കും. സജീവമായിട്ട് മൂപ്പരന്നെ ആ പെന്നും കള്ളാസും ഒക്കെ എടുത്ത് മൂപ്പരന്നെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും മൂപ്പര് എഴുതാൻ. എന്തേ? മൂപ്പർക്ക് വാദിക്കണം. വാദിച്ച് മൂപ്പര് പറഞ്ഞത് അങ്ങ് എഴുതണം. എല്ലാം നമ്മൾ അനുവദിച്ചു കൊടുത്തു. എന്നിട്ടും സാധുക്കൊക്കെ എന്നെ പരാജയം. നിങ്ങൾ ആലോചിച്ച് നോക്കായിട്ട് നിങ്ങളൊരു ഗതികേട്. എന്നിട്ട് അവസാനം അവര് 7 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരവും. അവിടേക്ക് എത്തി. നമ്മൾ പറഞ്ഞു നടക്കൂല. കാരണം ചോദ്യം കൃത്യമായിരിക്കണം, ആ ചോദ്യം ആധികാരികമായിരിക്കണം, അത് ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരിക്കണം. അതിന് കുറച്ച് സമയം മതി, ഇത്ര വലിയ സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ മറുപടിയോ അതും ആധികാരികമായിരിക്കണം, ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരിക്കണം. വെറുതെ കവലപ്രസംഗം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന് കുറച്ച് സമയം മതി. അതുകൊണ്ട് 2 മിനിറ്റ് ചോദ്യം, 4 മിനിറ്റ് മറുപടി. ഇവരുടെ വാദപ്രകാരം നമ്മൾ സമ്മതിച്ചു കൊടുത്തു. 3 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് മറുപടി. അംഗീകരിച്ചില്ല. അവസാനം ഞങ്ങൾ പറഞ്ഞു, ഏറി വന്നാൽ 4 മിനിറ്റ് ചോദ്യം, 6 മിനിറ്റ് മറുപടി. പറ്റുന്നില്ല ഈ സാധുക്കൾക്ക്. നിങ്ങൾ നോക്കണം. ഞങ്ങൾ പറഞ്ഞു, ഏതായിരുന്നാലും അസർ നിസ്കാരം ഖളാ ആവാനായിട്ടുണ്ട്, ഞങ്ങൾ പോയി നിസ്കരിച്ചു വരാം. അപ്പൊ മൗലവി എടുത്തേക്ക് പറഞ്ഞ വാക്കെന്താന്നറിയോ? അത് തീരുമാനാക്കി പോയാ മതി. അത് നിങ്ങൾക്ക് തീരുമാനാകണില്ലേ, എന്നാ നമുക്ക് ഇപ്പൊ പിരിച്ചുവിടാം. അപ്പൊ എന്തിനാ വന്നത്? എവിടെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിരിച്ചുവിടാനുള്ള വഴി നോക്കാൻ വേണ്ടിയിട്ട് മൂപ്പരിങ്ങനെ കാത്തിരിക്കല്ലേ. അപ്പോഴാ ഈ സ്ഥലം കിട്ടിയത്. ഞങ്ങൾ പറഞ്ഞു, അല്ല അങ്ങനെ പിരിച്ചുവിടുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പിരിച്ചുവിടേണ്ടിയാണല്ലോ. കാരണം ഒരുപാട് വിഷയം ഇപ്പൊ ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്തിട്ടാണല്ലോ എഴുതി വെച്ചത്. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഒരു പിരിച്ചുവിടല് ഇരിക്കവിടെ. ഞങ്ങൾ നിസ്കരിച്ചു വരാം, നിങ്ങൾക്ക് ഏതായാലും നിസ്കാരമില്ലല്ലോ, ഞങ്ങൾ നിസ്കരിച്ചു വെച്ചേ അവിടെ ഇരിക്കി. ഒരു നേരത്തെ ജമ്മു കസറാക്കണത്, കാരണം വഴി ദൂരത്തിന്റെ ഒന്നും ആവശ്യമില്ല, സംസാരം ദൂരം ഉണ്ടായാൽ മതി. അതുകൊണ്ട് തന്നെ പിന്നെ ജമ്മു കസറൊക്കെ നേരത്തെ തന്നെ ഒരുക്കി വന്നതാണ്. ജമ്മു കസറാക്കിക്കണമെന്ന് അറിയില്ല, സംഭവത്തിന് നിസ്കരിച്ചല്ലോ അറിയില്ല, വാക്ക് പോട്ടെ, വേറെ വിഷയം. ഞങ്ങൾ നിസ്കരിച്ചു വന്നിട്ട് ചർച്ച ചെയ്യാം. പിടിച്ച് കെട്ടി മൗലവിമാരെ. പക്ഷെ നമ്മളെ പ്രവർത്തകര് LCD സഹിതം പുറത്തിങ്ങനെ കാണുകയാണ്. ഓര് പറയാണ്, ഉസ്താദേ പിന്നെ എന്ത് വന്നാലും വേണ്ടില്ല, ഇനി ഓര് പറഞ്ഞ പോലെയാണെങ്കിൽ 10 മിനിറ്റ് ആണെങ്കിലും അങ്ങനെങ്കിലും സമ്മതിച്ചു കൊടുത്തിട്ട് സംവാദം നടക്കട്ടെ. ഈ സാധുക്കൊക്കെ അറിയില്ലല്ലോ, ഇവർ പഠിക്കണം എന്ന് താല്പര്യമുള്ള ആളുകളാണ്. നമ്മൾ പറഞ്ഞു, കുട്ടികളെ 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ചോദ്യം എന്താണെന്നുള്ളത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല, മറുപടിയും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂല, വെറുതെ കവല പ്രസംഗമായിരിക്കും എന്ന് പറഞ്ഞ് അവസാനം വാദിച്ച് 7ഉം 5ഉം അതിനപ്പുറത്തേക്ക് അവർ നിൽക്കുന്നില്ല. അതും മധ്യസ്ഥന്മാര് പറഞ്ഞു, ഒരു പെട്ടുപോയതാ. പറഞ്ഞതുകൊണ്ട് ഓല് വിട്ട്, പിന്നെ ഓൽക്കൊന്നും പറയാനില്ലല്ലോ, ഓല് മധ്യസ്ഥതയിൽ തീരുമാനിച്ചതാ. അതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. നിങ്ങൾ നോക്കണം, എന്ന ഈ മൗലവിമാര് മിനിയാന്ന് നടന്ന ചർച്ചയിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞത് അരമണിക്കൂറല്ല. കാരണം 7ഉം 5ഉം തീർക്കാൻ തന്നെ മൗലവിമാര് പെട്ട പാട് ചില്ലറയില്ല. സംവാദത്തിന്റെ കേസറ്റ് കണ്ട അങ്ങക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ അവർ തുടങ്ങിയത് 7ഉം 5ഉം തന്നെ ആക്കാതെ, പിന്നെ കുറച്ചേരം ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്നാ പിന്നെ 3ഉം 5ഉം ആക്കുക. വൈക്കും കണ്ട്